ഹലോ, എൻ്റെ പേര് പ്രിയങ്ക വി രോഹിത്. ഞാൻ AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡയബറ്റീസിനെ കുറിച്ചാണ്. എന്താണ് സൈക്കോളജി പ്ലസ് ഡയബറ്റീസ്, അല്ലെങ്കിൽ സൈക്കോളജിയും ഡയബറ്റിക് പേഷ്യൻസും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ്? ഓക്കെ, അതെല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഒരു ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് സൈക്കോളജിയും ഡയബറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? അപ്പോൾ നമുക്ക് പറയാം, ഈ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് സ്ട്രെസ്, ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാകും. അത് കൂടാണ്ട് ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ഈ കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ്സ്. ഇനി എന്താണ് കോഗ്നേറ്റീവ് ഇമ്പയർമെൻറ്റ്സ്? സിമ്പിളായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചെങ്കിൽ, ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകാം, മറവി ഉണ്ടാകാം, ഓർത്തെടുക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ മറന്നു പോകണു അവർ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകാം. അതല്ലാണ്ട് ചില പേഷ്യൻസിന് അൽഷിമേഴ്സ് വരെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സൈക്കോളജിയും ഡയബറ്റീസും നമ്മൾ എന്താ ബന്ധം. അപ്പോൾ നമ്മൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് വരുന്ന പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഏതെങ്കിലും സോർട്ട് ഓഫ് ഇങ്ങനത്തെ ടെൻഷൻസോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഫൊഗറ്റ്ഫുൾനെസ്സോ അല്ലെങ്കിൽ മെമ്മറി ഇഷ്യൂസ് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്തായാലും അവർ ഡയബറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ബിക്കോസ് ഈ പറഞ്ഞ കോമോർബിഡ് ഫാക്ടേഴ്സ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ തോന്നുന്നു, അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് തോന്നുന്നു, അതല്ല ഡിസ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം, അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ മറന്ന് പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, ഡിമെൻഷ്യ ഫാക്ടേഴ്സും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ. വെനെവർ യു ആർ ഫീലിംഗ് ഡിസ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ മെമ്മറി ഇഷ്യൂസോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് ആൻഡ് വിൽ ഗിവ് യു ദ ആപ്റ്റ് തെറാപ്പി സെഷൻസ്. താങ്ക് യു.